വീടിനടുത്തുള്ള കുളത്തിൽ പോയതാണ്. അപ്പോൾ മക്കൾക്ക് നീന്തൊന്നും അറിയില്ല വെച്ചെങ്കിൽ ഈ ടിപ്പ് നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ എന്തായാലും തേങ്ങ ഉണ്ടാവുമല്ലോ, നല്ല ഉണങ്ങിയ തേങ്ങയില്ലേ, അതിനാണ് കൊട്ടത്തേങ്ങ എന്ന് പറയുന്നത്. കുറച്ച് വലിയ തേങ്ങ ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിൻ്റെ രണ്ടറ്റത്തും കെട്ടി വെച്ചിട്ട് ഇതുപോലെ കൈയിൻ്റെ ഇടയിൽ, രണ്ട് കൈയിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ നീന്തി ഇങ്ങനെ തുടങ്ങിയാൽ മതി. ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നീന്തം പഠിച്ച് കിട്ടും. ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു ചെറുതിന് കേട്ടോ. എന്നിട്ട് ഇറങ്ങിയതാണ് വെള്ളത്തിൽ. പേടിച്ച് പേടിച്ച് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി. അപ്പോൾ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിട്ടോ. അപ്പോൾ എത്ര പേടിയുള്ള കുട്ടികളാണെങ്കിലും നീന്തി തുടങ്ങാം. മറ്റാൾ പഠിച്ച് വന്നിക്കണ്, മൂത്താൾ. അപ്പോൾ നല്ല അടിപൊളി കുളമാണ് കേട്ടോ. ഈ അറ്റത്തേക്കൊക്കെ ആയിട്ട് നല്ല താഴ്ചയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എൻ്റെ ചെറിയ മോനിക്ക് തന്നെ ഏകദേശം നിൽക്കാൻ പറ്റുന്ന അത്രയും വെള്ളമായിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. നടുവിൽ പോകുമ്പോൾ കൂടുതൽ വെള്ളമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് നീന്തം പഠിക്കാനും നല്ല ഇതാണല്ലോ. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ പാരൻസ് തന്നെ കൂടെ പോയിട്ട് അവർക്ക് നീന്തം പഠിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊന്നും വിടാൻ പാടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് മോന് നീന്താൻ പഠിച്ചിട്ടുണ്ട്.